അത് യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കുന്ന ആളുകളുടെ കൂടെയാണ് യേശു യാത്ര ചെയ്യാൻ പോണത്. നിങ്ങൾ വെറുതെ ഇരുന്ന് നിങ്ങളുടെ വീടുകളിലെ കാര്യം ഒന്ന് ആലോചിച്ചേ. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ എത്ര പ്രാവശ്യം യേശു വരാറുണ്ട്? യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാറുണ്ട്. 4 ആൾ കൂടുമ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ പ്രമേയവും പ്രതിപാദന വിഷയവും എന്താണ്? നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ട് ഡു വി ടോക്ക് അബൌട്ട്? വാട്ട് ഈസ് ദ തീം ആൻഡ് കണ്ടന്റ് ഓഫ് അവർ കോൺവെർസേഷൻസ്? നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ 4 പേര് കൂടുന്നിടത്ത് നമ്മുടെ സംസാരം എന്തിനെ കുറിച്ചാണ്? ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ യേശു ഉണ്ടാവും. നിങ്ങൾ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ. അപ്പോൾ എന്നോടിപ്പോൾ ഷക്കീന ടിവിയുടെ സഹോദരങ്ങൾ ചോദിച്ചു, ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ഈ കുർബാനയുടെ ചൈതന്യത്തിൽ നിലനിൽക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ. എന്താണെന്നറിയാമോ? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക. ഇതല്ലാതെ എന്താ വഴി? അതായത് കുർബാനയുടെ ചൈതന്യം നിലനിൽക്കാൻ എന്താ വഴി? ഇതിനെ യു ടോക്ക് അബൌട്ട് ദിസ്. വീണ്ടും 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 1000 തവണ 10,000 തവണ നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നും മറ്റൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് വരാത്ത വിധം ഈ കാര്യങ്ങളെക്കുറിച്ച് പിന്നെയും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുക.